ഹേ ഹലോ ഗൈസ്, നമുക്കിന്ന് ഗ്ലോബൽ വില്ലേജ് പോയി വന്നാലോ? ദുബായ് ഗ്ലോബൽ വില്ലേജ് ഈസ് അബൌട്ട് ക്ലോസ് ബൈ May 31st ഫോർ ദ സമ്മർ. അപ്പോൾ അതിനു മുന്നേ നമ്മളിതാ ഗ്ലോബൽ വില്ലേജ് പോകുവാണ്. ഞങ്ങളങ്ങനെ ഗ്ലോബൽ വില്ലേജ് കയറുവാണ്. ഇവിടെ ആക്ച്വലി സമ്മർ സീസൺ സ്റ്റാർട്ടിങ് വെച്ച് ക്ലോസ് ആക്കിയിട്ട് ഒക്ടോബർ എൻഡ് ഓർ നവംബർ ഫസ്റ്റോടെ ഒക്കെ ആയിട്ട് റീഓപ്പൺ ആകും. സോ ഇത് അതുപോലൊരു ക്ലോസിങ് ടൈമാണ്. ഈ ടൈമിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം ബാർഗെയിൻ ആക്കിയിട്ടൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഓപ്ഷനാണ്. നമ്മളിപ്പോൾ ആക്ച്വലി വന്ന് ഫസ്റ്റ് ഒരു ചായ കുടിച്ച് തുടങ്ങാമെന്ന് വെച്ചു. ബിക്കോസ് ഈവനിങ് ടൈമും പിന്നെ ചെറിയ വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല ചായയും സമൂസയൊക്കെ കഴിച്ചിട്ട് നേരെ ടിക്കറ്റ് സ്കാനാക്കി ഉള്ളിലേക്ക് കയറാൻ പോകുവാണ്. അങ്ങനെ നമ്മൾ 2 കാര്യം ഫസ്റ്റ് വിസിറ്റാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ്. ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ ബുക്ക് ആക്കിയപ്പോൾ പെർ ഹെഡ് 25 dirhams ആണ് വന്നത്. നമ്മൾ ഓൺലൈൻ എടുത്ത് വന്നുകൊണ്ട് തന്നെ ഡയറക്റ്റ് സ്കാൻ ആക്കിയിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് കയറിയത്. അവിടെ മിക്ക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് വിത്ത് ഡിഫറെൻറ്റ് ക്യുസീനാണ് കിട്ടുന്നത്. എനിക്കവിടെ കുറേ മാംഗോ ടാങ്കോ, സ്റ്റിക്കി റൈസ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് കിട്ടുന്ന ഷോപ്സാണ് കൂടുതൽ കണ്ട പോലെ തോന്നിയത്. ഇതിൽ ശരിക്കും ഫ്ലോട്ടിംഗ് ആയിട്ട് ബോട്ട്സും കുറേ ലൈറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടെന്നാണ് മുന്നേ പോയിട്ടുള്ളവർ പറയുന്നത്. മേ ബി ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് തന്നെയാവും അവിടെ അത്ര ക്രൗഡൊന്നും അല്ലായിരുന്നു. പിന്നെ നമ്മൾ കുവൈറ്റ് പവലിയൻ കയറി ഓരോ പവലിയൻസ് കാണാൻ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി അവിടെ നമുക്ക് കുറേ ഓർണമെൻറ്റ്സ്, കുറേ ഡിഫറെൻറ്റ് ആക്സസറീസ്, ക്രൗൺസ് അങ്ങനെയുള്ള കുറേ ഐറ്റംസാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ആക്ച്വലി അവിടെ അകത്ത് കയറുമ്പോൾ കുറേ ഐറ്റം മറ്റേ നമ്മുടെ പെർഫ്യൂംസ്, അതേപോലെ ഊഡ്, അങ്ങനെ കുറേ സ്മെല്ലാണ് അവിടെ കിട്ടുന്നുണ്ടായിരുന്നത്. ആക്ച്വലി നമുക്ക് ഫുൾ കവറപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നീട് നമ്മൾ പോകുന്നത് യമൻ പവലിയനിലാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ കുറേ ഡേറ്റ്സ്, നട്ട്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ അതാ ഇവള് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന പോലത്തെ കുറേ ഐറ്റംസ്, ലൈക്ക് അതൊക്കെ നമ്മൾ അവിടുത്തെ അവരുടെ ഒരു ട്രഡീഷണൽ ആക്സസറീസ്. പിന്നെ അതാ ഇതിൻ്റെ പേര് എനിക്കെന്താണെന്നറിയില്ല. പിന്നെ അവിടെ ഒരു ഫ്രൂട്ട് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ആ ഇരിക്കുന്ന കുറേ മാംഗോസാണ്, ഗ്രീൻ മാംഗോ, റെഡ് മാംഗോ എന്നൊക്കെ പറഞ്ഞു. അതിൽ നമുക്ക് ആ റെഡ് മാംഗോ ഈ പറയുന്ന ചെക്കൻ നമുക്ക് ട്രൈ ചെയ്യാൻ തന്നു. നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മളൊരു പാക്കറ്റ് വാങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ ആ റെഡ് മാംഗോ ടേസ്റ്റ് ചെയ്ത് അതൊക്കെ കഴിച്ച് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് നമ്മൾ പോകുന്നത് ഈജിപ്ഷ്യൻ പവലിയനിലാണ്, ഈജിപ്റ്റ് പവലിയൻ. അവിടെ ആക്ച്വലി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഇതേപോലത്തെ കുറേ സ്റ്റാച്യൂസ്, അവരുടെ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മമ്മീസ് അങ്ങനെ ഇതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അതേപോലത്തെ ഇവരുടെ നമ്മുടെ വാൾസിലുള്ള എൻകാർവിങ്സ്, പിന്നെ ഇവരുടെ അവിടുത്തെ ബെല്ലി ഡാൻസ് ഡ്രസ്സസ്, അതൊക്കെയാണ് ഇതിൽ നമ്മൾ കൂടുതൽ കണ്ടത്. പിന്നെ അവിടെ ഫുൾ അവിടെ ഒരു പാട്ടൊക്കെ വെച്ച് അവിടുത്തെ ആൾക്കാരാണെങ്കിൽ ആ ഒരു വൈബിലൊക്കെ നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ പിന്നെ കാണുന്നത് ഒരു ഫ്ലവർ ഗാർഡൻ പോലത്തെ രീതിയിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി നേരിട്ട് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. കുറേ സൺഫ്ലവറാണ് മെയിനായിട്ട് അവിടെ കുറേ ഉണ്ടായിരുന്നത്. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ അത് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ മൊറോക്കോയിലാണ് കയറാനായിട്ട് പോകുന്നത്. മൊറോക്കോൻ്റെ ഉള്ളിൽ കൂടുതൽ ലൈറ്റ്സും ഇങ്ങനത്തെ മാറ്റ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. നമ്മളവിടെ നിന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തു. നമ്മളങ്ങനെ ദുബായിൽ നിന്ന് തന്നെ ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് ഇന്ത്യയുടെ വിഷ്വൽസ് അവിടെ വെച്ച് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ആ ഒരു പ്ലേസിൽ ശരിക്കും ഭയങ്കര ലൈറ്റ്സ് കൂടുതലായിരുന്നു. ആ ഒരു ഫ്രണ്ടിലെ എൻട്രിയുടെ പൊസിഷനിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ശരിക്കും എനിക്ക് ഇന്ത്യൻ പവലിയൻ്റെ ഫ്രണ്ടിലുള്ള ആനേനെ കണ്ടപ്പോൾ ബാഹുബലി മൂവിയാണ് ഓർമ്മ വന്നത്.
പിന്നെ നമ്മൾ അകത്ത് കയറി നമുക്ക് ഫസ്റ്റ് തന്നെ മറ്റേ രാജസ്ഥാനി ജുട്ടീസ് പോലത്തെ ചപ്പൽസ്, പിന്നെ നമ്മൾ റിങ്സ് ഇട്ട് നോക്കി, ബാംഗിൾസ്, നല്ല രസമുണ്ട്, നല്ല സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ആയിരുന്നു. പിന്നെ ഒരു വലിയൊരു ഷോപ്പാണിത്. ഇവിടെ കുറേ കോട്ടൺ കുർത്തീസ് ഉണ്ടായിരുന്നു. നമ്മൾ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല നല്ല ലോങ് വൺ വിത്ത് ഫ്ലെയർഡ് വൺ ആയിരുന്നു. പിന്നീട് നമ്മൾ ഒരു 15 ദിർഹത്തിനൊക്കെ നല്ല ഹെവി ഇയറിങ്സ്, അതേപോലെ നല്ല നല്ല സ്റ്റേറ്റ്മെൻറ്റ് ഇയറിങ്സ്, നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നീട് നമ്മൾ ഇന്ത്യൻ പവലിയൻ്റെ പുറത്ത് വന്നു കഴിയുമ്പോൾ ഇതേപോലൊരു വലിയൊരു ഏരിയയാണ്. ഈ ഏരിയ ഫുൾ ചുറ്റും നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ കുറേ ഗെയിമിങ്ങും പിന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ മാംഗോ ടാങ്കോ ഒക്കെ കിട്ടുന്ന കുറേ പ്ലേസസ് ആയിരുന്നു. നമ്മളതിൻ്റെ ഇടയിലൊക്കെ പോയി നിന്നു കുറേ നേരം. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പോയി കുറച്ച് നേരം ഗെയിമൊക്കെ നോക്കി, ഇഷ്ടമായോ എന്നൊക്കെ നോക്കി, കളിക്കാൻ പറ്റുന്ന ഗെയിമാണെന്നൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ഒരു കാർഡ് അങ്ങോട്ട് റീചാർജ് ചെയ്തു. ഫസ്റ്റ് നെക്കിലത് എറിഞ്ഞിട്ട് വീട്ടാനൊക്കെ നോക്കി. പിന്നെ അവർ ഈ ഒരു ഏരിയ കണ്ടു, ഇത് മൊത്തം ചുറ്റും കുറേ ഗെയിമിങ് സെക്ഷൻസ് തന്നെയാണ്. പിന്നെ ഇതൊരു ഗെയിം എന്ന് പറയുന്നത് 4 താറാവിനെ എടുക്കണം. അതിൽ ബാക്കിൽ ഉള്ള നമ്പേഴ്സിൻ്റെ പോയിൻറ്റ്സ് അനുസരിച്ച് നമുക്ക് ടെഡീനെ കിട്ടുമായിരുന്നു. നമുക്ക് 2 ടെഡീനെ കിട്ടി. ഇത് വന്നിട്ടൊരു ഗോസ്റ്റ് ഇതുപോലെ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി ഉള്ളിൽ കൊണ്ടുപോകണം. ആ ഒരു ബാക്കിൽ കണ്ട ഒരു സാധനം ഇങ്ങനെ പോകുന്നത് ഒരു മറ്റേ റെയിലിൻ്റെ ഉള്ളിലൂടെ, അതിങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയി ഇങ്ങനെ ഗോസ്റ്റ് പോലത്തെ കുറേ സാധനങ്ങൾ വന്ന് പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് പക്ഷേ പുറത്തേക്കുന്ന ഈ സാധനത്തിൻ്റെ പാട്ട് ഇഷ്ടമായി. അങ്ങനെ ഒരു റെസ്റ്റൊക്കെ എടുത്ത് ഗെയിംസൊക്കെ കളിച്ച് കഴിഞ്ഞ് നമ്മളിതാ ചൈന പവലിയൻ കയറാൻ പോവുകയാണ്. എൻ്റെ മോനെ ആക്ച്വലി ദിസ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോട്ട് ഓഫ് കളക്ഷൻസ് ഫോർ ദ വെസ്റ്റേൺ വെയേഴ്സും, അതേപോലെ കുറേ അധികം നൈറ്റ് വെയേഴ്സും, അതുപോലെ വൈഡ് വെറൈറ്റീസ് എന്ന് പറയില്ല, അതേപോലെ ഡിഫറെൻറ്റ് പാറ്റേൺസിലുള്ള ജീൻസും, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഐറ്റംസ് അവിടെ നിന്ന് പർച്ചേസൊക്കെ ചെയ്തു കേട്ടോ, കാരണം അടിപൊളിയായിരുന്നു അവിടെ. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു സാധനമാണ് ടർക്കിഷ് കബാബ്. അത് ട്രൈ ചെയ്യാൻ പറ്റും. പകുതിയായിട്ടുള്ളൂ. സമയം ഇപ്പോൾ 12:06 പകുതി. ഇനി ഇഷ്ടംപോലെ സ്ഥലം ബാക്കിയുണ്ട് ഗൈസ്. ഞങ്ങളപ്പോൾ ഇനി ബാക്കി കാണാൻ പോവുകയാണ്. കുറേ നേരമായി കൊറിയ തപ്പി നടക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കൊറിയയുടെ ഫ്രണ്ടിലെത്തി. കാണുന്നുണ്ടോ കൊറിയ എവിടെയില്ല? അവിടെ കണ്ടോ മുകളിൽ ചോപ്പ് കൊറിയ, ചോപ്പല്ല മഞ്ഞ, അതാണ് കൊറിയ. ആ യെല്ലോ കളർ, യെല്ലോ. ആക്ച്വലി കൊറിയയുടെ ഉള്ളിൽ കയറിയപ്പോഴാണ് അവിടെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ടീഷർട്ട്സൊക്കെ 10 ദിർഹത്തിനൊക്കെ ആയിട്ടുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ ആക്ച്വലി അവിടെ നിക്കുളിന് ടീഷർട്ട്സൊക്കെ എടുത്ത്, പിന്നെ അതിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഗൈസ് അങ്ങനെ ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യുവാണ്. ഇനി ഞങ്ങൾ ബൈ പറയണം. ബൈ. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഗ്ലോബൽ വില്ലേജിൻ്റെ എല്ലാ സ്റ്റോറീസും ഫുൾ സ്റ്റോറീസ് കവറപ്പ് ആയില്ല, എന്നാലും മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ വിട പറയുകയാണ് ഗ്ലോബൽ വില്ലേജിനോട്. ശ്രീലങ്കയുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലായിടത്തും ലൈറ്റ്സ് ഒക്കെ ഓഫായി. വിട പറയുകയാണ് ഗൈസ്. ശ്രീലങ്കയാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്. നമ്മൾ വിട പറയുകയാണ്. എനിക്ക് വയ്യാണ്ടായി. ലാസ്റ്റ് നിക്കുൽ, സനിക. It's almost done. ശുഭരാത്രി കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ആയി. എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് 70 to 80% കവർ ചെയ്ത് കുറേ സാധനങ്ങൾ വാങ്ങുമ്പോൾ സമയം ഇപ്പോൾ 1 മണിക്ക് ആവാറായി.